അതേപോലെ കപ്പയുടെ വേസ്റ്റ് കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അരിഞ്ഞ് കളയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, കട്ടിയുള്ള കഷ്ണങ്ങളൊക്കെ, അത് മാത്രം മതി കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് ഈ ഇടികല്ലിനകത്തൊന്ന് ഇടിച്ചെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. കണ്ടോ, നമ്മൾ അതിൻ്റെ കപ്പയുടെ അരിഞ്ഞ് കളയുന്ന വേസ്റ്റ് കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ടിന്നിനകത്ത് ഒരു സാധാ നമ്മുടെ പ്ലാസ്റ്റിക് ടിന്നിനകത്ത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കാരണം നമ്മൾ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ഒരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതുണ്ടോ, നല്ല പൊടിയായിട്ട് കിട്ടിയിട്ട് അതിനകത്ത് ഒഴിച്ചു കൊടുക്കേണ്ടത് കുറച്ച് നമുക്ക് തേങ്ങാപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങയും കപ്പ കഷ്ണം കൂടെ ആകുമ്പോഴത്തേനും നല്ലൊരു മണമാണ്. ഇനി നമ്മൾ ഹാർപ്പിക്കും വിനിഗറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് മാത്രം മതി. കാരണം ഇതിൻ്റെ സ്മെല്ല് മുന്തി നിന്നാൽ അത് കഴിക്കാതെ പോകും, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ഒഴിക്കുന്നത്. ഹാർപ്പിക്കും വിനിഗറും കൂടെ ആകുമ്പോഴത്തേനും അതിൻ്റെ വയറ്റിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും അതിന് ഭയങ്കര ഒരു വെപ്രാളം വന്നിട്ട് ഈ ഭാഗം വിട്ട് പോയിക്കോളും കേട്ടോ. പിന്നെ നമ്മുടെ പരിസരത്തോട്ട് എലിയുടെ ശല്യമേ കാണില്ല. അപ്പോൾ ഇതേപോലെ തണ്ടെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഭയങ്കര ഒരു വെപ്രാളം വന്നിട്ട് അത് ഇവിടുന്ന് ഓടിക്കോളും. ഇതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അകത്ത് വലിയ പെരിച്ചാഴി ശല്യമൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ കപ്പ മണം അടിച്ചിട്ട് അത് ഫുള്ള് കഴിച്ചിരിക്കും, കൂട്ടത്തോടെ വന്നതെല്ലാമായിട്ട് കഴിച്ചിട്ട് പോകും കേട്ടോ. നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചെറിയ എലികളൊക്കെ അകത്ത് കയറുന്നവരുടെ വീടുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവരുടെ വീട്ടിലൊക്കെ ഇതേപോലെ ചെറിയ എലികൾ വന്നിട്ട് കഴിച്ചിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് തേങ്ങ ഇട്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ ആ തേങ്ങയിൽ പെട്ടെന്ന് ഈ ഹാർപ്പിക്കും വിനിഗറും കയറി പിടിച്ചോളും. അപ്പോൾ അത് കഴിച്ചാലും മതി. പല്ലിയൊക്കെ വന്നിട്ട് ആ തേങ്ങയുടെ ഒരു കൊച്ചു പീസ് കഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ അതെല്ലാം പോയിക്കോളും, ഇവിടുന്ന് ശല്യം ഒതുങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ പല്ലിയെ തീർത്താനുള്ള വേറൊരു ടിപ്പും കൂടെ ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ടൈഗർ ബാമാണ് എടുക്കേണ്ടത്. അപ്പോൾ നല്ല ചൂട് വെള്ളത്തിനകത്ത് വേണം നമുക്ക് ഇതൊന്ന് കലക്കിയെടുക്കാനേ. അപ്പോൾ അതാണ്ട് ഒരു 1/2 സ്പൂൺ അളവിൽ മാത്രം മതി കേട്ടോ. അപ്പോൾ കുറച്ച് സൊല്യൂഷൻ മാത്രമേ ഞാൻ റെഡിയാക്കുന്നുള്ളൂ. നമുക്ക് എത്രമാത്രം ശല്യം ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടാം, ഒട്ടും കുറയാൻ പാടില്ല കേട്ടോ. അപ്പോൾ നല്ല ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും, ഈ ബാം പെട്ടെന്ന് അലിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത്രയും മാത്രം മതി. ഇതിനകത്ത് ഞാൻ വേറൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട്, കർപ്പൂരം. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും കൂടെ ആകുമ്പോഴത്തേന് പറയേണ്ട, ഭയങ്കര ഒരു സ്മെല്ലാണ്. ഈ ഒരു സ്മെല്ല് നമ്മുടെ കിച്ചണിൽ നിറഞ്ഞ് നിൽക്കും കേട്ടോ. ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ടൈഗർ ബാമിൻ്റെ ആ ഒരു സ്മെല്ല് എരിഞ്ഞ് കയറുന്നുണ്ട് നല്ല ചൂടുവെള്ളത്തിനകത്തോട്ട് ഇതേപോലെ കലക്കുമ്പോൾ തന്നെ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പല്ലി, പാറ്റ, ചെലന്തി, ഉറുമ്പ്, ഈച്ച എല്ലാ ശല്യവും നമുക്ക് ഒന്നിച്ച് കളയാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഒരു സാധനം കൂടെ ചേർക്കുന്നത് ഹാൻഡ് വാഷാണ്. അപ്പോൾ നല്ല ഒരു മണമാണ് ഹാൻഡ് വാഷും ടൈഗർ ബാമും അതേപോലെ തന്നെ കർപ്പൂരം. അതും കൂടെ ഒരേ ഒരു കർപ്പൂരം മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇതിൻ്റെ അളവൊക്കെ കൂട്ടാം. അപ്പോൾ എത്ര മാത്രം ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അളവൊക്കെ കൂട്ടാം. കർട്ടൻ്റെ ഇടയിലൊക്കെ പല്ലിയൊക്കെ വന്നിരിക്കുന്നെങ്കിൽ നമുക്ക് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഉണ്ടോ, ഇതേപോലെ ഒന്ന് കഴിച്ച് തന്നെ നമുക്ക് കുറച്ച് ഇടാവുന്നതേ ഉള്ളൂ. ഇപ്പം നല്ലൊരു മണമാണ് കർപ്പൂരവും ടൈഗർ ബാമും അതേപോലെ തന്നെ ഹാൻഡ് വാഷും. എൻ്റെ പൊന്നെ ഭയങ്കര ഒരു മണം കേട്ടോ. അപ്പോൾ ഈ ഒരു മണം പറ്റും. അതിനകത്ത് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതോ മണം എത്ര നല്ല മണമായതുകൊണ്ട് കുറച്ച് ഞാൻ ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മാത്രം മതി. അതേപോലെ സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ട് നമുക്ക് എല്ലായിടത്തും ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇതാ പതഞ്ഞ് വരും. സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും. ആ ഒരു കണ്ടോ, ഇതേപോലെ നമുക്ക് പല്ല് വരുന്ന ഭാഗത്തെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, ഗ്യാസ് അടുപ്പിൻ്റെ ഇവിടെയും. അപ്പോൾ ഈ ഒരു സ്മെല്ല് ഭയങ്കര ഒരു സ്മെല്ലാണ്. അപ്പോൾ നമുക്ക് പല്ലിയെയും പാറ്റയും എലിയെയും എല്ലാം ഒന്നിച്ച് തീർത്താനുള്ള 2 കിടിലൻ ടിപ്പാണ് ഞാൻ ചെയ്തത്.